വംഗദേശത്ത് പുതുചരിത്രം കുറിക്കുന്ന ദിവസമാണെന്ന് മെയ് 9, 2026. ഒരിക്കൽ കൂടിയ ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു വലിയ മാറ്റം, അതിനൊപ്പം വരുന്ന ചില റിപ്പോർട്ടുകളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കണമെന്ന് ആഗ്രഹിച്ചത്. ഒന്ന്, CPM-ന് അവരുടെ ഓഫീസുകൾ തിരിച്ചു കിട്ടുന്നു, കോൺഗ്രസിന് അവരുടെ ഓഫീസുകൾ തിരിച്ചു കിട്ടുന്നു, ഹിന്ദുക്കൾക്ക് അവരുടെ ക്ഷേത്രങ്ങൾ തിരിച്ചു കിട്ടുന്നു, കുട്ടികൾക്ക് അവരുടെ സ്കൂളുകൾ തിരിച്ചു കിട്ടുന്നു. ഈ വരുന്ന പോസ്റ്റുകൾക്കൊപ്പം തന്നെ BJP പ്രവർത്തകരുടെ സഹായത്തോടു കൂടി TMC പിടിച്ചെടുത്ത ഓഫീസുകൾ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിനെ സഹായിക്കുന്ന BJP പ്രവർത്തകരുടെ കാഴ്ചകളും കാണാം. എങ്ങനെ ഈ രാഷ്ട്രീയ മാറ്റത്തെ നമുക്ക് വിശേഷിപ്പിക്കാം, ഈ അന്തരീക്ഷ മാറ്റത്തെ? ശ്രീകാന്ത്. പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ CPM-ന്റെ കൈവശം നിന്നും അധികാരം പോയി. പിന്നീട് മമതാ ബാനർജി അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ തങ്ങളുടെ പാർട്ടി ഓഫീസുകൾ തുറക്കാനോ CPM-നോ കോൺഗ്രസിനോ ഈവൻ BJP-ക്കോ സാധിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. അതിരൂക്ഷമായ ആക്രമണം ഈ പാർട്ടി ഓഫീസുകൾ തുറക്കുന്നതിലും അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനം നടത്തുകയും ചെയ്താൽ തൃണമൂൽ കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനെ എതിർത്ത് നിന്നത്, അതിനെ പ്രതിരോധിച്ചത് BJP മാത്രമാണ്. അതിന്റെ പേരിൽ 300-ലധികം പ്രവർത്തകരുടെ ജീവൻ BJP-ക്ക് ഈ ബംഗാളിൽ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി ഈ കഴിഞ്ഞ 10-15 വർഷക്കാലയളവിനിടയിൽ. ഇതിനിടയിലാണ് BJP-യുടെ ഭരണം, സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി എത്തുന്നത്, BJP പടുകൂറ്റൻ വിജയം നേടുന്നത്. ഇതിനു തൊട്ടു പിന്നാലെ CPM-ന്റെ അടച്ചുപൂട്ടിയിരുന്ന, അതും അടച്ചുപൂട്ടിയത് CPM അല്ല, തൃണമൂൽ കോൺഗ്രസുകാർ ബലമായി അടച്ചുപൂട്ടിയ CPM-ന്റെ പാർട്ടി ഓഫീസുകൾ എല്ലാം തന്നെ തുറക്കുകയുണ്ടായത്. പല മേഖലകളിലും ആ സ്ഥലപ്പേര് നമ്മൾ കൃത്യമായി കുറിച്ചിട്ടിട്ടുണ്ട്. ആ പല സ്ഥലങ്ങളിലും CPM-ന്റെ പാർട്ടി ഓഫീസുകൾ തുറന്ന് ഇപ്പോൾ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ട ചില മേഖലകൾ കൂടി ഉണ്ട്. ഒന്ന്, ബുരായിപ്പൂർ വെസ്റ്റ് 1 CPM ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ പുരന്ദർപൂർ ബ്രാഞ്ച് ഓഫീസ് അത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. സൗത്ത് 24 പർഗാന ജില്ലയിലെ രാജാപൂർ D ബ്ലോക്ക്, സമ്മലാനി പാർക്ക്, പഞ്ചസായർ ഓഫീസുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ പൂർവ്വ ബർദ്ധമാനിലെ പൽഗോണ ബ്രാഞ്ച് ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ബംഗാൾ നോർത്ത് ദിനാജ്പൂർ ജില്ലയിലെ ചോപ്ര CPM പാർട്ടി ഓഫീസ് അത് തുറന്ന് അവിടെ പതാക ഉയർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ബംഗാൾ നോർത്ത് ദിനാജ്പൂർ ജില്ലയിലെ ചോപ്ര CPM പാർട്ടി ഓഫീസിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. അങ്ങനെ നിരവധിയായ CPM-ന്റെ പാർട്ടി ഓഫീസുകൾ ഇപ്പോൾ തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് BJP അധികാരത്തിൽ വന്നതോടെ ജനാധിപത്യം ബംഗാളിൽ തിരിച്ചു വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്ന ഒരു കാര്യം, സംഘം കാവലുണ്ട് എന്ന തരത്തിൽ ട്രോൾ മെറ്റീരിയൽ ഈ CPM-ന്റെ തന്നെ പ്രവർത്തകർ ഇടുന്നത് നമ്മൾ കാണുമായിരുന്നു. ഒരു കാര്യം, ബംഗാളിലെ CPM-ന്റെ പ്രവർത്തകർ, നേതാക്കൾ ഇപ്പോൾ ഉറക്കെ പറയുകയാണ്. അതായത് തൃണമൂൽ കോൺഗ്രസുകാർ പൂട്ടിയ എല്ലാ പാർട്ടി ഓഫീസുകളും തുറന്നോളൂ, സംഘം കാവലുണ്ട് എന്നാണ് ഇപ്പോൾ ബംഗാളിലെ സഖാക്കൾ ഒന്നൊഴിയാതെ പറയുന്നത്. പാർട്ടി ഓഫീസുകൾ ഒന്നൊന്നായി തുറന്നുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ പുതുവസന്തം അത് ബംഗാളിൽ ഉണ്ടായിരിക്കുന്നു. അത് CPM-നും മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഓരോരുത്തർ അവരുടെ പാർട്ടി ഓഫീസുകൾ തുറക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ പാർട്ടി ഓഫീസുകൾ തുറക്കുന്നു. മറ്റെല്ലാ പാർട്ടികൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടുന്നു. പക്ഷേ അപ്പോഴും ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു സുവേന്ദു അധികാരി, ഒരു തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനവും ബംഗാളിന്റെ മണ്ണിൽ ഇനി അനുവദിക്കില്ല. ഏതെങ്കിലും തരത്തിൽ ഗുണ്ടായുസവുമായി വരികയാണെങ്കിൽ ഇസ്രയേൽ ഗാസയിൽ ചെയ്ത മാതൃകയിലായിരിക്കും തന്റെ പെരുമാറ്റം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ബംഗാളി ജനതയുടെ സ്വാഭിമാനത്തിന്റെ വീണ്ടെടുപ്പിന്റെ ശബ്ദമാണ്. ആ ശബ്ദത്തിന്റെ പേര്
ആ മുദ്രാവാക്യം ഇങ്ങനെയാണ്: ജയ് ശ്രീറാം എന്ന വിളികളോട് കൂടിയാണ് ബംഗാളി ജനത അവരുടെ അസ്തിത്വം വീണ്ടെടുത്തിരിക്കുന്നത്, അവരുടെ സ്വത്വം അവർ വീണ്ടെടുത്തിരിക്കുന്നത്. ഈ വഴികളെല്ലാം പോകുന്നത് ബ്രിഗേഡ് മൈതാനിയിലേക്കാണ്. ആളുകൾ ഒന്നൊഴിയാതെ അണമുറിയാതെ നടക്കുന്നത് ബ്രിഗേഡ് മൈതാനിയിലേക്കാണ്. അവിടെയാണ് പുതുചരിത്രം ബംഗാളിൽ പിറക്കാൻ പോകുന്നത്. അവിടെയാണ് സുവേന്ദു അധികാരി നരേന്ദ്രമോദിയുടെ, സാക്ഷാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്നത്. ആ കാഴ്ചയാണ് ഇനി കാത്തിരിക്കുന്നത്. 11 മണിക്ക് സത്യപ്രതിജ്ഞ. ഈ കാണുന്ന ആവേശം ബംഗാളി ജനതയുടെ. നേരത്തെ ഒരു വനിത BJP പ്രവർത്തക പറഞ്ഞത്, ഞങ്ങൾ ശ്വാസം നേരത്തെ ഞങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചിരുന്നു, ഇപ്പോൾ ഞങ്ങൾ ഓക്സിജൻ ശ്വസിക്കുന്നു എന്ന്. അതായത് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ബംഗാളി ജനത ശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയും കാലം അവർ ഏതാണ്ട് അടിമകളെ പോലെ ജീവിക്കേണ്ട സാഹചര്യം അവർക്ക് വന്നു ചേർന്നിരുന്നു. തൃണമൂൽ ഗുണ്ടകൾ ഒപ്പം അഡ്മിനിസ്ട്രേഷൻ രണ്ടുപേരും ചേർന്നുള്ള ഭരണം ബംഗാളിൽ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇത്ര പടുകൂറ്റൻ വിജയം BJPക്ക് ലഭിച്ചതും BJP ശക്തമായി മുന്നോട്ട് വരികയും ചെയ്തത്. 207 സീറ്റിന്റെ പടുകൂറ്റൻ ഭൂരിപക്ഷം അതാണ് BJP നേടിയത്. भारत माता की जय श्री राम, जय श्री राम, जय श्री राम, जय श्री राम, भारत माता की जय, जय श्री राम, जय जय भारत माता की जय श्री राम, 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 जय श्री राम. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, 2011 BJP ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അതിന്റെ റിസൾട്ട് വരുമ്പോൾ BJPക്ക് 0 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം 2016 എത്തുമ്പോൾ 3 സീറ്റിലേക്ക് BJP നടന്നു കയറി. 2021 എത്തുമ്പോൾ 77 സീറ്റുമായി പടുകൂറ്റൻ വിജയം പ്രതിപക്ഷത്തേക്ക്. 2026 എത്തുമ്പോൾ 207 സീറ്റുമായി വിജയത്തിലേക്ക്, മുഖ്യമന്ത്രി പദത്തിലേക്ക് സുവേന്ദു അധികാരി. நம்ம தமிழ்நாடுல எப்போ வரோம்? நம்ம வெஸ்ட் பெங்கால் வந்துருச்சு. தமிழ்நாடுல எப்போ வரோம் BJP? தமிழ்ல வேலை பார்த்துட்டு இருக்கா? வேலை பார்த்துட்டு இருக்கேன் தமிழ்நாடுல. இப்போ வெஸ்ட் பெங்காலுக்கு வந்திருக்கீங்க. தமிழ்நாடுல நம்ம சர்க்கார் எப்போ வரோம் BJP கேட்குறேன் உங்களை கேட்டேன். தமிழ்நாடுல கண்டிப்பா வருவேன். அங்க அண்ணாமலை இருக்கே இல்லையா? இருக்கு அண்ணாமலை இருக்கு. আমরা পশ্চিম বাংলার বুকে শাহপ্রসাদের মাটিতে আজ বিজেপি কে প্রতিষ্ঠা করতে পেরে আমরা সবাই ধন্য। भारत माता की, भारत माता की. അപ്പോൾ വിവിധ ഭാഷ സംസാരിക്കുന്നവർ श्री राम, श्री राम, श्री राम, जय श्री राम, जय श्री राम, जय श्री राम. അപ്പോൾ ഈ ദൃശ്യങ്ങൾ, ഇതേ സുവേന്ദു അധികാരിയുടെ ചിത്രവുമായി BJPയുടെ ഒരു പ്രവർത്തകൻ പോകുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാം. ഈ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം ഒരുപക്ഷെ നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടാവുക, ഇതുപോലെ കേട്ടിട്ടുണ്ടാവുക അയോധ്യ പ്രക്ഷോഭ സമയത്തായിരിക്കണം. അതിനുമപ്പുറം ഇപ്പോഴിതാ ബംഗാളിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ BJPയെ സജ്ജമാക്കിയ മുദ്രാവാക്യമായി ഈ ജയ് ശ്രീറാം മാറുകയാണ്. അതിനുമപ്പുറം ബംഗാളി ജനതയുടെ അസ്തിത്വം, അവരുടെ സ്വത്വം വീണ്ടെടുക്കുന്ന ശബ്ദമായി മാറുകയാണ് ജയ് ശ്രീറാം. മമതയുടെ ഈ അടിച്ചമർത്തലിൽ നിന്നും രക്ഷ നേടാനുള്ള, മമതയുടെ ഈ കിരാത ഭരണത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ബംഗാളി ജനതയുടെ ആവേശത്തിന്റെ ശബ്ദമായി മാറുകയാണ് ജയ് ശ്രീറാം എന്നുള്ളത്. തെരഞ്ഞെടുപ്പിൽ അങ്ങിങ്ങ് മുഴങ്ങിക്കേട്ടതും ഈ ജയ് ശ്രീറാം മുദ്രാവാക്യമാണ്. അത്
ഇപ്പോൾ ഈ തെരുവീതികളിലൂടെ ജയ് ശ്രീറാം മുദ്രാവാക്യവുമായി നൂറുകണക്കിന് 10,000-കണക്കിന് പ്രവർത്തകർ ബ്രിഗേഡ് മൈതാനിയിലേക്ക് നീങ്ങുന്നു. শুভেন্দু অধিকারী জিন্দাবাদ। জয় শ্রীরাম जय श्री राम जय श्री राम শ্রীরাম ভারত মাতা কি জয় সনাতন হিন্দুর জয় জয় সনাতন হিন্দুর জয় ജയ് ശ്രീറാം. നിരവധിയായ BJP പ്രവർത്തകരെ, BJP അനുഭാവികളെ, ബംഗാളി ജനതയെ ഈ സത്യപ്രതിജ്ഞ വീക്ഷിക്കുന്നതിന് എത്തുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. मुखर्जी का सपना पूरा हुआ, श्यामा प्रसाद मुखर्जी का सपना पूरा हुआ। 75 साल बाद हमारा हिंदुस्तान, हमारा सनातन भाई एक हुआ। इसके लिए नरेंद्र मोदी को बहुत धन्यवाद। জয় শ্রীরাম ശ്യാമപ്രസാദ് മുഖർജിയുടെ ജനസംഘ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ സ്വപ്നം പൂവണിഞ്ഞു എന്നും അതിന് നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ശ്യാമപ്രസാദ് മുഖർജിക്ക് ജന്മം നൽകിയ മണ്ണ്, ശ്യാമപ്രസാദ് മുഖർജിയുടെ മണ്ണ്, ജനസംഘ സ്ഥാപകന്റെ മണ്ണിൽ BJP പടുകൂറ്റൻ വിജയം, 207 സീറ്റിന്റെ പടുകൂറ്റൻ വിജയം നേടി. BJP ഇത് അധികാരത്തിലേക്ക് പോകുന്നു. സമയം 10:24 ആയിരിക്കുന്നു. അല്പസമയത്തിനകം 11 മണിയോടുകൂടി സത്യപ്രതിജ്ഞ ആരംഭിക്കും. സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ മുഴുവൻ BJP മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.